എന്തുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ A+ ഒക്കെ വാങ്ങിക്കുന്ന കുട്ടികൾ അവസാനം +2 എത്തുമ്പോൾ ഫെയിലായി പോകുന്നത്? ഇത് ഞാൻ വെറുതെ എക്സ്ട്രീമായിട്ട് പറയുന്ന കാര്യമല്ല. പല കുട്ടികളും ആക്ച്വലി 10ാം ക്ലാസ്സിൽ A+ കിട്ടിയിട്ട് +2 +1 +1 +2 ആക്ച്വലി തോറ്റു പോകാറുണ്ട്. ഇനി എല്ലാവരും A+ കിട്ടിയവർ തോറ്റു പോകാറുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്ന് മാത്രമല്ല പല A+ കിട്ടിയ കുട്ടികളും +1 +2 A+ പോയിട്ട് അവർ ബെയർലി പാസ്സൊക്കെ ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ്? മക്കളെ 3 റീസണാണ്. ഈ 3 സിമ്പിൾ റീസണാണ്, ഭയങ്കര മിസ്റ്ററി ഒന്നല്ല, ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളുമല്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ +1 +2 യു വിൽ ഫിക്സ് ഇറ്റ്. ഫസ്റ്റ് റീസണാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ഇല്ല. ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്ര പേര് പ്രോപ്പറായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്? ഏതൊക്കെ ചാപ്റ്റർ തീർക്കണം? ഓണം എക്സാമിന് മുമ്പ് ഇത്ര ചാപ്റ്റർ ഞാൻ തീർത്തിരിക്കണം, ക്രിസ്മസിന് ഇത്ര തീർത്തിരിക്കണം. തീർത്തിരിക്കണം എന്ന് പറഞ്ഞാൽ തീർത്തിരിക്കണം, അതിലിങ്ങനെ തട്ടിക്കൂട്ടല്ല എന്ന് ഞാൻ റിവൈസ് ചെയ്യും. ഈ കൃത്യമായിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ആവശ്യമില്ലായിരുന്നു. കാരണം എന്താ? കോമൺ സെൻസ് അല്ലടോ. ഫിസിക്സിൽ 7 ചാപ്റ്ററുള്ളൂ, കുഞ്ഞു ചാപ്റ്റർ. അതിലിപ്പോൾ എന്താ വലിയ പ്ലാൻ ഉണ്ടാക്കാനുള്ളത്? പ്ലാൻ ഉണ്ടാക്കാൻ നല്ലതാണ്, പക്ഷേ പ്ലാൻ ഉണ്ടാക്കാൻ മാത്രം ഭയങ്കര കുഴപ്പമുള്ള കാര്യമല്ല. പ്ലാൻ ഉണ്ടാക്കിയില്ല യു വിൽ പാസ് ത്രൂ. +1 അങ്ങനെയാണോ? ആലോചിച്ച് നോക്ക്. +1 +2 എത്ര ചാപ്റ്റർ? 14 ചാപ്റ്റർ ഫിസിക്സിൽ. എല്ലാ സബ്ജക്റ്റിലും ഇങ്ങനെ തന്നെ. അതിൽ ഓരോ ചാപ്റ്റർ എത്ര പഠിക്കാനുണ്ട്? അത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുമോ? 14 ചാപ്റ്റർ പബ്ലിക് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് തകർക്കുമോ? ഇല്ല. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് ഈ ഒരു സിലബസിൻ്റെ വാസ്റ്റ്നെസ്സും അതിൻ്റെ ഡിഫിക്കൽറ്റിയൊക്കെ തന്നെയാണ്. അപ്പം മൊത്തം ഈ സിനാരിയോ മാറുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയും മാറണം. 10ാം ക്ലാസ് കോമഡി ആയിരുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ കോമഡി ലെവലിൽ അപ്രോച്ച് ചെയ്തു. ഓക്കെ, ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. +1 +2 കോമഡി അല്ല, അതിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ആ 10ാം ക്ലാസ്സിലെ സ്ട്രാറ്റജി ആയിട്ട് ഇവിടെ വരാൻ പറ്റുമോ? ഇല്ല. പല കുട്ടികളും എപ്പോഴും ആ 10ാം ക്ലാസ് മെൻറ്റാലിറ്റിയിലാണുള്ളത്. മാറുക. ഇനി അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം. ഈ ചാനലിൽ നമ്മൾ +1 തുടങ്ങുമ്പോൾ +2 തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനുകൾ പറയുന്നുണ്ട്. നമ്മുടെ ബാച്ചിനൊക്കെ എന്തൊക്കെയാണ് നമ്മൾ തീർക്കുക, എന്തൊക്കെ റിവൈസ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല കുട്ടികളും അത് ഫോളോ ചെയ്തിട്ടുണ്ട്, അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം കുറേ പേര് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ സർ ഓണം എക്സാം കഴിയുമ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ ഇപ്പോഴെങ്കിലും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ലൈവ് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള പ്ലാൻ പറഞ്ഞു തരുന്നുണ്ട്. അതെങ്കിലും ഫോളോ ചെയ്താൽ മതി. പ്ലാൻ ഇല്ലെങ്കിൽ യു ആർ ബൗണ്ട് ടു ഫെയിൽ. ഒരു സംശയമില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കാരണവും ഈ സിലബസിൻ്റെ പ്രശ്നമാണ്. കാരണം ഇത്രയും വാസ്റ്റായിട്ട് 14 ചാപ്റ്റർ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, ഓണം എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്നു, ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രം, ആ ദിവസങ്ങൾ മാത്രം അങ്ങനെ പഠിച്ചിട്ടൊരു കാര്യമില്ല. കാരണം പ്രശ്നം എന്താണ്? നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി 4 ചാപ്റ്റർ ഓണം എക്സാമിൻ്റെ 2 ആഴ്ച മുമ്പ് ഭയങ്കര പഠിത്തം പഠിച്ചു. നിങ്ങൾക്കത് ഓർമ്മ അതിൽ ഓരോരോ ചോദ്യങ്ങൾ വെച്ച് ഓർമ്മ ഉണ്ടാവും? ഇല്ല. ക്രിസ്മസ് എക്സാമിന് തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്താ? പബ്ലിക് എക്സാം ഇതെല്ലാ ചാപ്റ്ററും കൂടെ ഒറ്റയടിക്കും കൂടി ചോദിക്കും. അപ്പോൾ പബ്ലിക് എക്സാം ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫുള്ള് ഫസ്റ്റ് മുതൽ പഠിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് പഠിച്ചത് വെറുതെയാണ്, ക്രിസ്മസ് എക്സാം പഠിച്ചത് വെറുതെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഡെയിലി പഠിക്കുക. ബാച്ചിലൊക്കെ ഉള്ള കുട്ടികളാണ് ഡെയിലി വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അത്ര ചെയ്താൽ മതി, ബേസിക് കാര്യം. എന്നിട്ട് അത് പീരിയോഡിക്കലി റിവൈസ് ചെയ്യുക. പരീക്ഷയുടെ സമയത്തല്ല. കൂടുതൽ കാര്യങ്ങൾ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിരുന്നുണ്ട്. അതൊക്കെ ചെയ്യുക കൃത്യമായിട്ട്. ചെയ്തില്ലെങ്കിൽ ബൗണ്ട് ടു ഫെയിൽ. നിങ്ങൾ എത്ര ബുദ്ധികളാണെങ്കിലും കാര്യമില്ല. പരീക്ഷയുടെ തലേ ദിവസങ്ങൾ മാത്രം ഇരുന്ന് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. 10ാം ക്ലാസ്സിൽ ഒക്കെ ആയിരുന്നു. കാരണം എന്താ? അവിടെ 7 കുഞ്ഞ് ചാപ്റ്റർ, അത് ഓർത്തൊക്കെ ആർക്കും പറ്റും ഒരു മാസം കൊണ്ട് പഠിച്ചാൽ. മൂന്നാമത്തെ കാരണം, ഇത് പലർക്കും ഇല്ലാത്തൊരു കാരണമാണ്. നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തിനാ +1 +2 നല്ല മാർക്കൊക്കെ വേണ്ടത്? എന്തിനാ ഈ വീഡിയോ ഒക്കെ കാണേണ്ട ആവശ്യം? എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? നമ്മൾ ജില്ലെടുത്ത് പോയാൽ പോരെ. അപ്പോൾ അതിനൊരു റീസൺ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നോക്കാം, എന്തപ്പോൾ സംഭവിക്കാൻ, ഏതെങ്കിലും കോളേജിൽ 2 എടുത്താൽ പോരെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിഗ്ഗർ ഗോൾ ഉണ്ടാവണം. +2 മാർക്ക് കിട്ടണമെന്ന് ഒരു ചെറിയ ഗോളാണ്, ഓക്കെ, നല്ല കാര്യം. പക്ഷെ എന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? കൊണ്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണ്ട നിങ്ങൾക്ക്. സാർ ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഇല്ലെങ്കിൽ കണ്ടുപിടിക്കണോ? എന്തെങ്കിലും ഒരു കോളേജ്, എന്തെങ്കിലും ഒരു കോഴ്സ്, എന്തെങ്കിലും ഒരു കരിയർ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ +2 മാർക്ക് ഉപകാരം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം കണ്ടുപിടിക്കുക. മാത്രമല്ല അത് എന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിലോ. അപ്പോഴത്തേക്ക് എല്ലാ കോളേജിലെയും എൻട്രൻസ് എക്സാമും കഴിഞ്ഞിട്ടുണ്ടാവും, അഡ്മിഷൻസ് മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവും. ചിന്തിച്ച് തുടങ്ങാം. ഇന്ന് തീരുമാനിക്കണമെന്നല്ല പറയുന്നത്, ചിന്തിച്ച് തുടങ്ങാം. ഇനി അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലേൺ വിത്ത് എക്സൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ഓൾറെഡി
വന്നിട്ടുണ്ടോ? ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്തുണ്ട്. ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ചിലപ്പം പറയണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്, കരിയർ വീഡിയോ വേണമെങ്കിൽ, എങ്ങനെ ചൂസ് ചെയ്യണം എന്നറിയില്ലെങ്കിൽ. പക്ഷേ യു നീഡ് ദാറ്റ്. അല്ലാണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? മോട്ടിവേഷൻ പോകും. ഈ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ, സിമ്പിളല്ലേ? മനസ്സിലാക്കാൻ സിമ്പിളല്ലേ? ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വേറെ, പക്ഷെ മനസ്സിലാക്കാൻ സിമ്പിളല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ +1 +2 നിങ്ങൾ രക്ഷപ്പെടും. ഒരു സംശയം. അത്രേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ഡേ ടു ഡേ ബേസിസിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മുടെ ലൈവിൽ പറഞ്ഞു തരുന്നത് ഞാൻ അനുസാർ ഉണ്ടാവുന്നതായിരിക്കും. അതിൽ വരിക, അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്ത ഒരു കുട്ടി പോലും ഫെയിലായില്ല എന്ന് മാത്രമല്ല, അവരുദ്ദേശിച്ച മാർക്കിനേക്കാളും കുറവ് കിട്ടിയിട്ടില്ല. അത്ര ഞാൻ പറയാൻ പറ്റും. ലൈവിൽ കാണാം.